ഇതിൻ്റെ രുചി ഒരു രക്ഷയില്ല കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ അതുപോലെ സിമ്പിളുമാണ്. ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 2 മുതൽ 4 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയെടുത്തതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ടയരിയുടെ ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ലൂസായിട്ടാണ് നമ്മളുടെ ബാറ്റർ വേണ്ടത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാനിവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ് നല്ലത്. സവാള ഉപയോഗിച്ചാൽ ഇതിന് രുചി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ഉള്ളി ഞാനിവിടെ ഏകദേശം 5-6 എടുത്തിട്ട് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഒരു പാനിലേക്ക് തന്നെ 1.5 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കര പാനി നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ശർക്കരയൊക്കെ മെൽറ്റായി വന്ന് ഒന്ന് നന്നായി പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഈ ഒരു പാകത്തിന് റെഡിയാക്കിയതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും അതിൽ കുറച്ച് മാത്രം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾക്കത് ചുട്ടെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാം മുകളിലായിട്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൂട്ട് ചൂട് ആറേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ചുട്ടെടുക്കേണ്ടത്. കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ പാത്രം ചൂടായി വന്നതിന് ശേഷം 2 തവി മാവ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കുറച്ച് മാത്രം വിതറി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഏകദേശം 5-6 മിനിറ്റ് നേരത്തേക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മലബാറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കലത്തപ്പാണ്. കുഞ്ഞു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് കുഞ്ഞിക്കലത്തപ്പം എന്നാണ് പറയാറ്. നല്ല ആരോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കല്ലേ.